Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അവല് പായസം. അവല് പായസം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തെ ചെറിയൊരു ബെൽ ബട്ടൺ കാണും. ബെൽ ബട്ടണിൽ ആൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അടികട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിലേക്ക് ഈ പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരണം. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഈ ഒരു നെയ്യിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം അവല് ചേർത്ത് കൊടുക്കണം. അതൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലൊരു ബൗളിന് 2 ബൗള് അവലാണ് നമുക്ക് പായസത്തിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ അവല് നമ്മുടെ നെയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഇപ്പം നമ്മുടെ അവലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊരു ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു പോകണം. ആ ഒരു പരുവത്തിൽ വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ വൈകിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഉത്സവം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച ഓട്സിന് പകരം ഇന്ന് പായസം ആക്കാമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് പായസത്തിൻ്റെ മിക്സ് ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവൽ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം, പായസവും കുടിക്കാം. അങ്ങനെ 2 ഗുണമുണ്ട്. അപ്പം അങ്ങനെയാണ് പായസത്തിൻ്റെ പിന്നിലൊരു കഥ. അപ്പം ഇതിലേക്ക് നമുക്കിനി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 500 ml പാലാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു അവല് നമുക്ക് പാലിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ പായസം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അവലെടുത്ത കപ്പിൽ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അവല് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാലട പ്രധാനം ഉണ്ടല്ലോ, ആ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും നമ്മുടെ ഈ ഒരു അവല് പായസം കുടിക്കാനായിട്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും